Good Good morning. morning. Good morning, Good ma'am. morning. Happy New Year. Good morning. Happy New Year. Happy. Happy New Year. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Thank you, ma'am. Same to you. ഓക്കെ. അപ്പോ എന്താണ്, പുതിയ വർഷത്തിന്റെ തുടക്കമാണ്, പുതിയൊരു ദിവസമാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഈ വർഷം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ക്ലാസ് തുടങ്ങാം അല്ലെ? പ്രയർ ഉണ്ടോ ഇന്ന്? Yes, ma'am. Ma'am, prayer ചൊല്ലട്ടെ. ചെയ്തോളൂ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം. താങ്ക് യു മാം. Thought of the day. New Year, a new chapter, new verse, or just the same old story. Ultimately, we write it. The choice is ours. Thank you, ma'am. ഓക്കെ. മാം സൈനിങ് ഞാനാണ്. മാം സൈനിങ് ഞാനൊരു സൂര്യ നമസ്കാരം ചെയ്തോട്ടെ? ചെയ്തോളൂ. ഒന്ന് പിൻ ചെയ്യട്ടെ. മാം കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. നമസ്കാരാസന, ഹസ്തോത്തരാസന, പാദഹസ്താസന, അശ്വസഞ്ചലനാസന, ദണ്ഡാസന, അഷ്ടാംഗ നമസ്കാരം, പർവ്വതാസനം, അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, ഹസ്തോത്തരാസനം, നമസ്കാരാസനം. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പോ ഇന്ന് ചൈനീസ് വിസ്പറും സൈമൺ സേസും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡിയാണോ? യെസ് മാം, റെഡിയാണ്. എത്ര പേരുണ്ട് നിങ്ങള് ചെയ്യാനായിട്ട്? ടീച്ചർ, ചൈനീസ് ഞാൻ കോർഡിനേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് ബാക്കിയുള്ളവർ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവരെയും ഗ്രൂപ്പിൽ ഇന്ന് വീഡിയോ ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. കാരണം നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും നോട്ടിലിരുന്ന് എഴുതുന്നോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകണ്ടേ, കാരണം എല്ലാവരും ഒരേപോലെ തന്നെ. അപ്പോൾ എല്ലാവരെയും ഇത് ചൈനീസ് വിസ്പറിന്റെ ടൈമും മറ്റേ അസൈൻമെന്റ്സിനും 2 പേരാ കോർഡിനേറ്റ് ചെയ്യുന്നത്. രണ്ടിനും 2 പേരാ. അപ്പോൾ 2 ഗെയിമിനും വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ടീച്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ടീച്ചർ ഒരാളുടെ പേര് പറയണം ടീച്ചർ. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാനാ. ഒരു മലയാള കഥയാണ്, തീരെ ചെറുതാണ് ടീച്ചർ, കാരണം എന്റെ ത്രോട്ട് വയ്യാതിരിക്കുക, അപ്പൊ അത് എനിക്ക് അത്രയും സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ക്ലാസ്സിൽ കയറിയിട്ടുള്ള ഉണ്ട്. ഞാൻ പേര് വിളിച്ചാൽ മതി അല്ലേ? അല്ല ടീച്ചർ, ഫസ്റ്റ് ഞാനാണ് സ്റ്റോറി പറയുന്ന ഞാനാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ടീച്ചർ ഒരാളുടെ പേര് പറയണം. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആൻസി മോണിറ്റർ ചെയ്യുമല്ലോ, കൃത്യമായിട്ട് വാച്ച് ചെയ്യില്ലേ പറയുന്ന ആൾക്കാരുടെ? ടീച്ചർ, ഞാനിവിടെ ഒരു ബുക്കും പെന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ടീച്ചർ. ലാസ്റ്റ് ഞാൻ നന്നായിട്ട് പറയുന്ന ആളുടെ പേര് ഞാൻ പറയും. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ് മാം. എല്ലാവരും ഓക്കെ അല്ലേ? ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ പറയുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാരും വീഡിയോ ഓപ്പൺ ആക്കണം ടീച്ചർ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്യട്ടോ. അപ്പോ ആൻസി പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. റെഡിയാണ് ടീച്ചർ. ഓക്കെ. കേൾക്കുന്നില്ല ആൻസി? കേൾക്കുന്നില്ല മാം. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലല്ലോ പറയണത്. ആൻസി ലെഫ്റ്റ് ആയിരുന്നു. ഗുഡ് മോർണിംഗ്, കേൾക്കാമോ ടീച്ചർ? ഇപ്പൊ കേൾക്കാം. ഗുഡ് മോർണിംഗ് ടീച്ചർ ആൻഡ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ചൈനീസ് വിസ്പർ എന്ന് പറയുന്ന ഒരു ചലഞ്ച് ടീച്ചർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണ്. ചെറിയൊരു കഥയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിയുന്ന ഉടൻ ടീച്ചർ ഒരാളുടെ പേര് പറയാം. അപ്പോൾ അത് കേട്ട് നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഒരു വാക്ക് തെറ്റുന്ന അനുസരിച്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ഞാൻ ഡൗൺ ആക്കുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് പറയുന്ന ആളുടെ പേരായിരിക്കും ഞാൻ ഗ്രൂപ്പിൽ പറയാൻ പോകുന്നത്. ടീച്ചർ സ്റ്റാർട്ട് ചെയ്യട്ടെ. വാശി മൂത്താൽ. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ പോലെ അടിയും വഴക്കും പിണക്കവും ഒക്കെയായി രണ്ടുപേരും കൂടെ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു. എന്നും രാവിലെ രണ്ടുപേരും കൂടെ പുറത്തുപോയി പിച്ചയെടുത്ത് ആഹാരത്തിനുള്ളതൊക്കെ സമ്പാദിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും വിറക്, വെള്ളം എല്ലാമായിട്ട് രണ്ടുപേരും തിരികെ എത്തും. പിന്നെ തുടങ്ങിയ എല്ലാ ആഹാരവും ഉണ്ടാക്കലും കഴുകലും അതിനിടെ അടുക്കിക്കൂട്ടലും ഇതായിരുന്നു ഇവരുടെ പതിവ് ജീവിത രീതി. താങ്ക് യു. വേണമെങ്കിൽ ടീച്ചർ ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഒന്നും കൂടി വായിക്കണോ ആർക്കെങ്കിലും? അങ്ങനെ പാടില്ല. വായിക്കണം. ഓരോ പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യൂ. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ പോലെ അടിയും വഴക്കും പിണക്കവും ഒക്കെയായി രണ്ടുപേരും കൂടെ ഒരു ചെറിയ കുടിലിൽ താമസിച്ചിരുന്നു. എന്നും രാവിലെ രണ്ടുപേരും കൂടെ പുറത്തുപോയി പിച്ചയെടുത്ത ആഹാരത്തിനുള്ളതൊക്കെ സമ്പാദിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും വിറക്, വെള്ളം എല്ലാമായിട്ട് രണ്ടാളും തിരികെ എത്തും. പിന്നെ തുടങ്ങിയ എല്ലാ ആഹാരവും ഉണ്ടാക്കലും കഴുകലും അതിനിടെ അടികൂടലും ഇതായിരുന്നു ഇവരുടെ പതിവ് ജീവിത രീതി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ആളുടെ പേര് വിളിക്കാൻ പോവാണ്. അല്ലൂസ് അലി. അല്ലൂസ് അലി. ടീച്ചർ, അല്ലൂസിന്റെ മൈക്കിനും ക്യാമറയ്ക്കും ചെറിയൊരു ഇഷ്യൂ ഉള്ളതാണ്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് വിളിക്കാം. ആരതി. യെസ് മാം. ഒരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവര് എന്നും അടികൂടിയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പിച്ചയെടുത്തിട്ടാണ് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നത്. അവരെന്നും പുറത്തു പോയി പിച്ചയെടുത്ത് തിരികെ വന്ന് വിറകും വെള്ളവും എല്ലാമായി ഫുഡ് ഉണ്ടാക്കുകയും അടികൂടുകയും ചെയ്യുമായിരുന്നു. ഒരിടത്ത് ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അവര് പരസ്പരം തല്ലുകൂടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവര് പിച്ചയെടുത്തിട്ടായിരുന്നു
ഉപജീവനം ഉണ്ടാക്കിയിരുന്നത്. ശേഷം അവർ തിരിച്ചു വന്ന് ഫുഡ് രണ്ടുപേരും ചേർന്ന് ഭക്ഷണം പാകം ചെയ്യുകയും പിന്നെ അവര് വഴക്കുണ്ടാക്കി അങ്ങനെ ജീവിച്ചിരുന്നു. സ്നേഹിച്ചും വഴക്കുണ്ടാക്കിയും ജീവിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്രത. ഒരിടത്ത് ഒരു അപ്പൂപ്പയും അമ്മുമ്മയും ഉണ്ടായിരുന്നു. അവര് ചെറിയ കുട്ടികളെ പോലെ അടിയും വഴക്കും കൂടിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവരും പിച്ചെടുത്തായിരുന്നു അവരുടെ ജീവിതമാർഗം. അവർ ആഹാരത്തിനായി പിച്ചെടുക്കുകയായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ വെള്ളവും വിറകും ശേഖരിച്ച് ആഹാരം പാകം ചെയ്ത് പിന്നെ ആഹാരം ഉണ്ടാക്കുകയും പിന്നെ അടികൂടുകയും ആഹാരം ഉണ്ടാക്കിയുമായിരുന്നു അവരുടെ ജീവിത രീതി. Then Rasina KR. Rasina. ഒരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മയമ്മയും ഉണ്ടായിരുന്നു. അവർ ചെറിയ കുട്ടികളെ പോലെ എന്നും വാശിയും കുറുമ്പും കാണിച്ച് സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. അവരെന്നും രാവിലെ രണ്ടുപേരും കൂടി പോയി പിച്ചയെടുത്താണ് ജീവിച്ചിരുന്നത്. രാവിലെ പോയി പിച്ചയെടുത്ത് അതുകൊണ്ട് ഭക്ഷണവും വെള്ളവും വിറകും വാങ്ങി വൈകുന്നേരമായി അവർ തിരിച്ചു വരും. വന്നു കഴിഞ്ഞിട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്ത് വിറകൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെയാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരിടത്തൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവർ ചെറിയ കുട്ടികളെ പോലെ അടിയും പിടിയും വെച്ച് നടന്നിരുന്നു. പിന്നെ അവർ ആഹാരം ശേഖരിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഹാരം ശേഖരിച്ച് വിറക് സംഭരിക്കാൻ വേണ്ടി അവർ പുറത്തു പോയിരുന്നു. പിന്നെ അവര് കൊച്ചു കുട്ടികളെ പോലെയായിരുന്നു. പിച്ചയെടുത്താണ് അവർ ജീവിച്ചിരുന്നത്. പിന്നെ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി വിറകുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അടുത്തത് വിദ്യ. ഒരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. പിച്ചെടുത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പിച്ചെടുത്ത് വരുന്ന വഴിക്ക് വിറകും വെള്ളവും ശേഖരിച്ച് വന്ന് സ്വന്തമായി പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുകയും അടികൂടുകയും എല്ലാം ചെയ്യുന്നതായിരുന്നു അവരുടെ രീതി. ഇനി ഒരാളും കൂടി ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്, സാലിഹ സുബൈർ. അല്ല, ഓക്കെ. അപ്പോ കഴിഞ്ഞില്ലേ ആൻസി? ഇത്രയും പേരല്ലേ ഉള്ളൂ? ടീച്ചർ കഴിഞ്ഞു. 6 പേരുണ്ടായിരുന്നു ടീച്ചർ. ഈ 6 പേരിലും കുറച്ച് നല്ലപോലെ പറഞ്ഞിരിക്കുന്ന നർമ്മിത എന്ന് പറഞ്ഞ കുട്ടിയാണ്. കാരണം കറക്റ്റ് മിക്ക പോയിന്റ്സും അതിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ടീച്ചർ. അപ്പോ എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്രതയാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വൺ സൈമൺ സീസ് ആണ്. മിസ്, ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. വിദ്യ. ഞാൻ സൈമൺ സേസ് എവിടെ ടച്ച് ചെയ്യുന്ന വെച്ചാൽ അവിടെ ചെയ്യണം. ഞാനത് പറയും, മിസ് അത് എല്ലാരും ചെയ്യുന്നത് നോക്കുമല്ലോ അല്ലെ? പേര് എഴുതുമല്ലോ അല്ലെ? എല്ലായിടത്തും കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല. നോക്കാം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മിസ് ഇതെന്താണെന്ന് പറയോ മിസ്? എനിക്ക് മനസ്സിലായില്ല. സൈമൺ സേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്രതനോട്? അല്ല, പറഞ്ഞിരുന്നു. എനിക്കത് അല്ല, ഞാൻ ഗ്രൂപ്പില് വീഡിയോ ഇട്ടിരുന്നു മാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ടച്ച് ചെയ്യണം. പിന്നെ ടച്ച് യുവർ നീസ് എന്ന് പറഞ്ഞാൽ നീസ് ടച്ച് ചെയ്യണം. പിന്നെ എന്താ പറയാ, ജമ്പ്, സൈമൺ സേസ് ജമ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ ജമ്പ് ചെയ്യണം. സൈമൺ സേസ് എന്താണ്?
അത് സൈമൺ സൈസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. സൈമൺ സൈസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ടച്ച് ചെയ്യാം. ഞാൻ വെറുതെ ടച്ച് യുവർ നീസ് ടച്ച് യുവർ നെവ്സ് എന്ന് പറഞ്ഞാലും ടച്ച് ചെയ്ത് ഔട്ടായി പോകും. അങ്ങനെ തന്നെയല്ലേ മാം? അതെ അതെ. ആൻസി ഒന്ന് മോണിറ്റർ ചെയ്യാമോ? എനിക്ക് എല്ലാവരെയും ചിലപ്പോ നോക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ആൻസി ഏൽപ്പിക്കുന്നത്. ടീച്ചർ ഞാൻ ചെയ്യാം. എനിക്കിവിടെ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട് ടീച്ചർ, ഞാൻ ചെയ്തോളാം. ആ ഓക്കെ ഓക്കെ. ഒന്ന് മോണിറ്റർ ചെയ്യണേ. ഞാൻ ചിലപ്പോ എല്ലാവരെയും ശ്രദ്ധിച്ചെന്ന് വരില്ല, അതുകൊണ്ടാണ് കുറവാണ്. അപ്പൊ എല്ലാവരുടെയും ഫുൾ ബോഡി കാണേണ്ടി വരും. കാരണം ഞാൻ ടച്ച് യുവർ നീസ് എന്ന് പറഞ്ഞു വെച്ചാൽ നീസ് ടച്ച് ചെയ്യണം. ടച്ച് യുവർ ഹെഡ്, ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ കറങ്ങണം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ജമ്പ് ചെയ്യാൻ പറയും. സൈമൺ സൈസ് ജമ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യണം. ചിലപ്പോൾ ഞാൻ സൈമൺ സൈസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഔട്ടായി പോകും. ഒരു സെക്കൻഡ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടേ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഓക്കെ മാം. മിസ്സേ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂലത്, എന്റെ മോനെ എണീറ്റിട്ടാ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇരുന്നോണ്ട് ടച്ച് ചെയ്യേണ്ട മാത്രം ചേച്ചി ഞാൻ ചെയ്യാം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോ എല്ലാവരും തന്നെ വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. റസീന വീഡിയോ ഓൺ ചെയ്യുക. ആയിഷ, റസീന ഓൺ ചെയ്യുക കേട്ടോ വീഡിയോ. മിസ്സേ ഞാനേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതേ എനിക്ക് ഇല്ല. കുഞ്ഞെണീക്കോ? ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഒന്ന് മോണിറ്റർ ചെയ്യണേ. ക്ലാസ്സിൽ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് 4 പേരെ മാത്രമേ പിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആളുകളെ പിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വിദ്യയുണ്ട്, നമ്രതയുണ്ട്, അവരെ പിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ വേറെ ആരെങ്കിലും പിൻ ചെയ്യാൻ പറ്റുമോ. നാല് പേരെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരതീനെ പിൻ ചെയ്തിട്ടില്ല, പറ്റുന്നില്ല. ആൻസിനെയും പിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. മിസ്സേ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ. Simon says, touch your head. Simon says, touch your knees. Simon says, turn around. Simon says, jump. Simon says, touch your head. Simon says, touch your knees. Simon says, touch your shoulder. Touch your nose. മിസ് ആൻസി ഔട്ടായില്ലേ? അതെ അതെ. നമ്രത നോസ് ചെയ്തോ? ഇല്ല മാം, ഞാൻ ചെയ്തില്ല. ഷോൾഡറിലേ ഉണ്ടായിരുന്നു. ഷോൾഡറിലായിരുന്നു. അപ്പൊ ഔട്ടാണോ നമ്രത?
പറഞ്ഞായിരുന്നു മാം. അല്ല മിസ്സേ, സൈമൺ സൈസ് പറയാണ്ട് ടച്ച് യുവർ നോസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഷോൾഡറിൽ തന്നെ വെക്കില്ലേ വേണ്ടത്? ഓക്കെ 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 കണ്ടിന്യൂ Simon ചെയ്തോളൂ. says touch your head. ഓക്കെ Simon says touch your head. Simon says touch your knees. Simon says touch your shoulder. Touch your eyes. മാം ശ്രുതി ഔട്ടല്ലേ? അതെ അതെ ശ്രുതി ഔട്ടാണ്. Simon says jump. Simon says turn around. Simon says touch your knees. Simon says touch your head. Simon says touch your knees. Simon says touch your shoulder. Simon says touch your head. Touch nose. Simon says jump. Simon says around. Simon says jump right. Simon says touch your shoulder. Simon says touch your head. പറഞ്ഞേ ജമ്പല്ലായിരുന്നോ പറഞ്ഞേ? കേൾക്കുന്നില്ല. റൈറ്റ് ആയിരുന്നു പറഞ്ഞത്. എനിക്ക് പിന്നെ റൈറ്റ് ചാർജ് മനസ്സിലാവില്ലല്ലോ, ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ അല്ലേ? അല്ല റൗണ്ടാ ചെയ്തേ, അതാ ചോദിച്ചേ. അപ്പൊ മിസ് ഔട്ടല്ലേ? ഞാൻ ജമ്പ് എന്നാ പറഞ്ഞേ. ഓക്കെ ഓക്കെ Simon says touch your head. Simon says touch your nose. Simon says touch your shoulder. Simon says touch your knees. Simon says touch your head. Touch your shoulder. Simon says touch your shoulder. Shoulder. Simon says touch your head. Head. Simon says touch your shoulder. ഒരു മിനിറ്റ് മാം, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. Simon says touch your shoulder. Simon says touch your head. Touch your shoulder. Touch your head. Touch your knees. മിസ് നിർമ്മിത ഔട്ടായില്ലേ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. കൈ താഴെ ഇട്ടല്ലേ, അതാണോ ഔട്ടാകാൻ ഉദ്ദേശിക്കുന്നത്? കൈ താഴെ ഇട്ടിട്ടാണോ ഷോൾഡറിൽ നിന്ന്? ടച്ച് ചെയ്ത് നീസ് ടച്ച് ചെയ്ത് കരുതി. ഇല്ല. ഓക്കെ. Simon says touch your knees. Simon says touch your head. Simon says around. Simon says jump. Simon says touch your head. Simon says touch your shoulder. Simon says touch your knees. Simon says touch your eye. Simon says touch your head. Touch your shoulder. Simon says touch your head. Simon says touch your shoulder. Around. Simon says jump. മിസ് അത് എന്റെ സ്റ്റക്ക് ആയി പോയി, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല.
Simon says touch your head. എടാ കേട്ടില്ല കേട്ടില്ല. സ്പീഡിലും പറ. Touch your head. വിദ്യ Simon സ്പീഡിലും says പറ. touch your head. Simon says touch your shoulder. Simon says touch your knees. Simon says touch your head. Simon says touch your shoulder. Simon says touch your nose. Simon says touch your eyes. Touch your nose. Touch your eyes. Simon says touch your head. Simon says touch your shoulder. Jump. Simon says around. Simon says touch your head. Simon says touch your shoulder. Simon says touch your nose. Simon says touch your shoulder. Simon says touch your eyes. മിസ്സേ ആരതീനെ കാണുന്നില്ല. ആരതിനെ കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ആ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ ഒരു കയ്യിൽ ഫോൺ കാണുന്നുണ്ട് മാം. പിടിച്ചിട്ടാണ് ചെയ്യുന്നത് മാം, അതുകൊണ്ടാ. ഓക്കെ. Simon says touch your head. Simon says touch your shoulder. Simon says jump. Simon says around. Simon says touch your eyes. Simon says touch your head. Touch your shoulder. Simon says touch your shoulder. Simon says touch your head. Jump. Simon says touch your shoulder. Simon says touch your eyes. മിസ് എനിക്ക് അവരെ സ്റ്റക്കായിട്ടാ കാണുന്നത്. ചെയ്യുന്നത് കാണുന്നില്ല ഞാന്. എന്നെ കാണുന്നുണ്ടോ? നമൃതേനെ കാണുന്നുണ്ടോ? ആ നമൃതേനെ കാണുന്നുണ്ട്. ആരതിനെ കാണുന്നുണ്ടോ? ആരതി അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക മാം, അനങ്ങുന്നില്ല. അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരതിനെ? മിസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഓക്കെ മാം, രണ്ടുപേരും ഇപ്പൊ കാണുന്നില്ലേ മാം? ഞാന് മിസ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. വേറെ ഇനി വേറെ ബോഡിപ്പാർട്ട് പറ. ഇയർ പറ, ലെഗ് പറ, അങ്ങനെ മാറ്റി മാറ്റി പറ. സ്പീഡിൽ പറ. Simon says touch your ear. Simon says touch your leg. Simon says touch your knees. Simon says touch your shoulder. Simon says touch your head. Simon says touch your knees. Simon says touch your eyes. Simon says touch your nose. Simon says touch your ears. Simon says touch your shoulder. Simon says touch your leg. Simon says touch your knees. Simon says touch your nose. Simon says touch your head. Simon says touch your knees. Touch your nose. Simon says touch your ear. Touch your head. Simon says touch your knees. മിസ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇവര് രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. നമുക്ക് ഇവര് രണ്ടുപേരും വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കാം. ഔട്ട് ആവത്തില്ല ആരും. ഓക്കെ മാം. ഓക്കെ ഓക്കെ മാം. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും എന്താ പറയാ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ.
ഓക്കെ, ഇനി ന്യൂ ഇയറിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? എന്തെങ്കിലും പാട്ടോ സ്റ്റോറിയോ എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ ന്യൂ ഇയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ഇല്ല മാം, പ്രിപ്പയർ ആയിട്ടില്ലായിരുന്നു, ഇല്ലെങ്കിൽ ചെയ്യട്ടിയായിരുന്നു. പ്രിപ്പയർ ആയിട്ടില്ല. ഓക്കെ. പാട്ട് പാടുന്നവരാരതിനകത്ത് ഒരു പാട്ട് പാടിക്കാം നമുക്ക് ആരെങ്കിലും കൊണ്ട്, അതെങ്കിലും ചെയ്യണ്ടേ ന്യൂ ഇയർ ആയിട്ട്? ഭജന പാട്ടാവോ മാം? എന്താണ്? ഭജന പാട്ടാവോ? എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് പാട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോ ഞാൻ ഒരു മിനിറ്റ്. മിസ് ഞാനൊരു പാട്ട് പാടട്ടെ? പഠിക്കോളൂ, എല്ലാവരും പഠിക്കോളൂ, യാതൊരു പ്രശ്നമില്ല. മാനത്തേ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നി, മാടത്തേ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ, വാവാവും പാടിയുറക്കാനില്ലെന്നമ്മയൻ പൊന്നി, ചാരത്തേ നോവു താരാട്ടിൻ നീയുറങ്ങാരോ, മാവൂട്ടാലിങ്കും കൊണ്ടേ മാറു ചൂരുന്നെന്റെ ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടിയുറക്കാനുള്ളം കരഞ്ഞി ചെല്ലപ്പുള്ളേ, കുഞ്ഞിക്കാൽ പിച്ച പിച്ച തട്ടി നീ നടന്നേ, ഇന്നെന്റെ കണ്ണു നനഞ്ഞേ ഉള്ളു നിറഞ്ഞേ ചെല്ലക്കുഞ്ഞേ, കുഞ്ഞിക്കൈ തപ്പോ തപ്പോ താളം കൊട്ടി നീ ചിരിച്ചേ, കണ്ടെന്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കന്നിപ്പൊന്നേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ട് മേലേ, കണ്ണും ചിമ്മും താരകമായി ദൂരെ, ഓ മാനത്തേ മാറിക്കുറുമ്പേ ചെല്ലല്ലേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തേ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ് മാം. പറയട്ടെ മാം? പറഞ്ഞു. हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरे नारायणा, हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरे नारायणा, गोविंद गोपाल हरि नारायणा, गोविंद गोपाल हरि नारायणा, हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा, श्याम मना घन श्याम मना मेघ श्याम मना राधे श्याम मना, श्याम मना घन श्याम मना मेघ श्याम मना राधे श्याम मना, श्याम मना घन श्याम मना मेघ श्याम मना राधे श्याम मना, हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा, हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा, राम मना राजा राम मना सीता राम मना आत्मा राम मना, राम मना राजा राम मना सीता राम मना आत्मा राम मना, राम मना राजा राम मना सीता राम मना आत्मा राम मना, हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा, हरे मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा, दत्त
दत्तमना गुरुदत्तमना श्रीपादमना गुरुदेवमना दत्तमना गुरुदत्तमना श्रीपादमना गुरुदेवमना दत्तमना गुरुदत्तमना श्रीपादमना गुरुदेवमना हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा ईश मना जगदीश मना सर्वेश मना परमेश मना ईश मना जगदीश मना सर्वेश मना परमेश मना ईश मना जगदीश मना सर्वेश मना परमेश मना हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा गोविंद गोपाल हरि नारायणा गोविंद गोपाल हरि नारायणा हरि मना तुम्ही गोविंद मना तुम्ही गोपाल मना हरि नारायणा താങ്ക് യു മിസ് ഓക്കെ. നമ്രത ഭജൻ എവിടെയെങ്കിലും പാടുന്നുണ്ടോ? ഞാൻ ഭജനക്ക് പോകുന്നുണ്ട് മാം, എല്ലായിടത്തും പോകുന്നുണ്ട്. അതെ അല്ലേ? ടീം ഉണ്ട്, നമ്മ പഠിക്കുന്നുണ്ട്, ടീം ഉണ്ട്. അതെ അല്ലേ? നിങ്ങൾ പെർഫോം ചെയ്യാറുണ്ടോ അപ്പോ? ഇപ്പോ മിഞ്ഞാന്ന് കഴിഞ്ഞ സൺഡേ നമുക്ക് ഉണ്ടായിരുന്നു, ഭജന ഉണ്ടായിരുന്നു. നമ്രതയുടെ വീട് എവിടെയാ? കാസർഗോഡ്. കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് CPCRI അറിയോ? ചൗക്കി. അത് ഏതെങ്കിലും സിറ്റി പറയാമോ അടുത്തുള്ള? കാസർഗോഡ് CPCRI അറിയാല? CPCRI സെൻട്രൽ ഇത് സ്കൂളുണ്ട്, KV നമ്പർ. അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോണോ? KV സ്കൂളിന്റെ ആടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോണം, അത്രേ ഉള്ളൂ. ഒരു ഓട്ടോയിൽ പോയാൽ മതി. കുമ്പളയൊക്കെ അടുത്താണോ ഈ പറയുന്നത്? കുമ്പള അടുത്ത് തന്നെ. കുമ്പള, ഞാൻ കുമ്പളയാണ് പഠിച്ചതെല്ലാം. കുമ്പള അടുത്ത്. അപ്പൊ അങ്ങനെ ഭജൻ നിങ്ങള് ടീമായിട്ട് പെർഫോം ചെയ്യാറുണ്ട് അല്ലേ? നമ്മ ടീമായിട്ട് ഇപ്പൊ പോവാറുണ്ട്. ഇപ്പൊ നമ്മ തുടങ്ങിയിട്ട് ഒരു 6 months ആയതേ ഉള്ളൂ. ഇപ്പൊ പോവാൻ തുടങ്ങി. അതെ അല്ലേ? ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാനുണ്ടോ? പാട്ടോ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ? മിണ്ടാതിരിക്കരുത് കേട്ടോ. ഇല്ല? ഓക്കെ. നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്രത ഇന്നലെ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്? ടീച്ചർ അതിനെപ്പറ്റി ഒന്നുകൂടെ പറയാവോ? ക്ലാസ്സിൽ ഒന്നുകൂടി പറയണോ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതായത് ഇന്നലെ കുറച്ച് കാര്യങ്ങള്, അതായത് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും അതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുരുക്കി പറയാം. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അതായത് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കില്ല പലപ്പോഴും പോകുന്നത് അല്ലെ? എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഇല്ലേ ശ്രുതി? ശ്രുതിയുടെ ലൈഫ് ആയാലും വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കില്ല പോകുന്നത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ലൈഫിൽ നമ്മുടെ വരാറുണ്ട്. മനുഷ്യ ജീവിതം ആകുമ്പോൾ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും ഇതൊക്കെ ഉണ്ടാകും.
അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ ഡിസ്റ്റർബഡ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അത് മോശകരമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ മോശകരമായിട്ട് ബാധിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചില തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്, ചില മെക്കാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾക്ക് ആ മരിച്ച ആ ഡേറ്റ് തുടങ്ങി അല്ലെങ്കിൽ ആ ഒരു സമയം തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ നമ്മൾക്ക് അതിന്റെ പെയിൻ ഉണ്ടാവും അല്ലെ. എപ്പോഴും പെയിൻ ഉണ്ടാകും, നമ്മുടെ മനസ്സിലൊരു വേദനയായിരിക്കും അത് ഉണ്ടാക്കുക. പക്ഷെ അതിന്റെ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ആണോ സുധി? കുറച്ച് ദിവസത്തേക്കാണോ? അതെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. ഓക്കെ, അപ്പോ അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തില് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, നമ്മളെ അതായത് നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് നമ്മളെ പൊരുത്തപ്പെടാനായിട്ട് അനുവദിക്കുന്നു. ഓക്കെ, നമുക്ക് സെൽഫ് റെസ്പെക്ട് കൂട്ടുന്നു. അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ്സ് ഇതിനുണ്ട്, ഡിഫൻസ് മെക്കാനിസത്തിനുണ്ട്. ഓക്കെ, അപ്പോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാ നമ്മുടെ മനസ്സ് സ്വന്തം കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പ്രതിസന്ധിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കി സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തരാണ്, എല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലെ. എന്റെ സ്വഭാവം ആയിരിക്കില്ല അല്ലെങ്കിൽ എന്റെ നേച്ചർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക പലതരത്തില്. ഇപ്പോ റസീനയുടെ നേച്ചർ ആയിരിക്കില്ല ആയിഷയ്ക്ക് ഉണ്ടാവുക, ആയിഷയുടെ സ്വഭാവം ആയിരിക്കില്ല ശ്രുതിക്ക് ഉണ്ടാവുക, ശ്രുതിയുടെ ഒരു നേച്ചർ ആയിരിക്കില്ല വിദ്യക്ക് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഡിഫൻസ് മെക്കാനിസവും വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോ എല്ലാവരും ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഓരോരുത്തരുടെയും ഡിഫൻസ് മെക്കാനിസവും വ്യത്യസ്തമാണ്. പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വ്യക്തിപരമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളാണെങ്കിൽ അത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡില്ലേ, അതിനകത്ത് എന്ത് ചെയ്യും, കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റു ചില ആളുകളാണെങ്കിൽ മറക്കാനായിട്ട് ശ്രമിക്കും. ഒന്ന് ഓർത്തു നോക്കി, ശരിയല്ല ഞാൻ പറയുന്നേ? ചില ആളുകൾ എന്ത് ചെയ്യും, അൺകോൺഷ്യസ് മൈൻഡില് അത് കുഴിച്ചു മൂടും. ചില ആളുകൾ എന്ത് ചെയ്യും, അത് മറക്കാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റു ചില ആളുകളാണെങ്കിൽ ഇത് ഓർമ്മയിൽ വരല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഇത്തരത്തിലുള്ള ആളുകളില്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ പറയും, അയ്യോ ദൈവമേ ഇതെന്നെ ഓർമ്മയിൽ വരുത്തൽ, ഈ സംഭവം എനിക്ക് ഇതിന്റെ ഓർമ്മയിൽ വരലേന്നായിരിക്കും ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ അമൃത പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അമൃത ചെയ്യുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ അത് മറക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കും ചെയ്യുന്നത്. വിദ്യ ചെയ്യുന്നത് അത് അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അല്ലെ. ഇനി മറ്റു ചിലരാണെങ്കിൽ അത് അവഗണിക്കും, അവോയ്ഡ് ചെയ്യും. അവർക്ക് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, എന്ത് കാര്യം വന്നാലും എന്തുണ്ടെങ്കിലും അതവര് അവോയ്ഡ് ചെയ്യും. ചില മനക്കെട്ടിയുള്ള ആളുകളുണ്ട് അങ്ങനെ. അവർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരത് അവഗണിക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിൽക്കും. ഇല്ലേ, കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ്, ഒന്നുമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആണ്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ. മറ്റു ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, അത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും അല്ലെ. അവർക്കാണ് പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് പ്രശ്നമാവില്ല. അപ്പോ ഇത്തരത്തില് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ മാളിലും ബീച്ചിലൊക്കെ പോകും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. നമ്മളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നാൽ മാത്രമാണ് നമ്മൾ മാളിലും ബീച്ചിലൊക്കെ പോവാന്നാണ്. ഒരിക്കലുമല്ല. നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ പോവാം. ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോകാം, ഒരു ഡ്രൈവിന് പോകാം, അല്ലെങ്കിൽ ബീച്ചിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാം, അല്ലെങ്കിൽ മാളിൽ പോകാം. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തില് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓവർകം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്, ആളുകള് ചെയ്യുന്നുണ്ട്. ഇനി ചില വ്യക്തികൾ പറയാറുണ്ട്, അതായത് അവര് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അങ്ങനെ പറയും. ഇപ്പോ നമ്മുടെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ എന്റെ ഫാമിലിയിലുള്ള ആളുകളും അതിനകത്ത് പെടുന്നുണ്ട്. ഓക്കെ, ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും എന്റെ ഫാമിലി അത് ചോദ്യം ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ പറയുന്ന ഒരു ഉത്തരം ഇതാണ്, അത് അമ്മ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, ഇല്ലേ? അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ അതും എന്താണ്, ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തില് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളാണെന്ത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോ ഒന്ന് എഴുതിയെടുക്കാൻ ഞാൻ പറയുന്ന കാര്യം, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ, നോട്ട് ചെയ്യുക കേട്ടോ, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന, മാം ഫസ്റ്റ് ഒന്ന് പറഞ്ഞത് പറയാം. ഒരു മിനിറ്റ്, മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നു. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നു. എഴുതിയോ? നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഇത്തരത്തില് നമ്മുടെ മാനസിക സംഘർഷം അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്തില്ലെങ്കിൽ? മെന്റലി ഡിപ്രസ്ഡ് ആയി പോകും. മെന്റലി ഡിപ്രഷൻ ആയി പോകും. ഡിപ്രസ്ഡ് ആയി പോകും. ഓക്കെ, പിന്നെ വല്ല അപകടത്തിലൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യും.
അല്ലെ? സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യില്ലേ ഇത്തരത്തിലുള്ള ആളുകള്? അപ്പൊ ഈ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന പല ആളുകളിലും ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ സൂസൈഡ് അറ്റംപ്റ്റ് നടത്തില്ല. കാരണം അവരുടെ മനസ്സിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവർക്ക് തന്നെ ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റു ചില ആളുകളാണെങ്കിൽ മെന്റലി ഡിപ്രസ്ഡ് ആകും അല്ലെ? നമുക്കറിയാം മാനസികമായിട്ട് പലതരത്തിൽ തകരാറുള്ള ആളുകളുണ്ട്. അപ്പൊ അവരൊന്നും എന്ത് യൂസ് ചെയ്യുന്നില്ല, അതായത് അവർക്കൊന്നും ഡിഫൻസ് മെക്കാനിസം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്? ഓക്കെ, അപ്പൊ ഇനി കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു വീട്ടില് അനിയനും ചേട്ടനും കൂടി കളിക്കുവാണ്. ഓക്കെ, ഈ കളിക്കുന്ന സമയത്ത് ചേട്ടന്റെ കൈ തട്ടി അനിയൻ താഴെ വീണു. ഓക്കെ, സ്വാഭാവികമായിട്ടും അനിയൻകുട്ടി എന്ത് ചെയ്യും? കരയില്ലേ? വീണ് കഴിഞ്ഞാല് കരയും. കരയും. കരഞ്ഞു കഴിയുമ്പോൾ ആരാണ് അവിടേക്ക് വരിക? അമ്മയായിരിക്കും ഓടി വരുന്നത് അല്ലെ? ബഹളം കേട്ട് അമ്മയായിരിക്കും ഓടി വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കും കുട്ടി, അതായത് അനിയൻകുട്ടിയോടാ ചോദിക്കും, എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കും അല്ലെ? അപ്പൊ കുട്ടി പറയും, ചേട്ടൻ എന്നെ തള്ളിയിട്ടതാണെന്ന് പറയും. കൈകൊണ്ടായിരിക്കും തട്ടി വീണത്, ചിലപ്പോ മനഃപൂർവ്വമായിരിക്കാം. അപ്പൊ ചേട്ടൻ എന്നെ തള്ളിയിട്ടതാണെന്ന് പറയും. അപ്പൊ നമുക്കറിയാം, അപ്പൊ തന്നെ അമ്മ എന്ത് ചെയ്യും? ചേട്ടന്റെ നേർക്ക് തിരിയും അല്ലെ? ദേഷ്യത്തോടെ നോക്കും അല്ലെ? ചിലപ്പോ ഒരു തല്ലും വെച്ചു കൊടുക്കാം, അങ്ങനെയല്ല ചെയ്യുന്നേ. അപ്പൊ എന്തിനാണ് നീ തള്ളിയിട്ടതെന്ന് ചോദിക്കും. അത് നോർമലി ഒരു ചോദ്യമാണ്. എന്തിനാണ് നീ കൊച്ചിനെ തള്ളിയിട്ടത്, എന്തിനാണ് അനിയനെ തള്ളിയിട്ടതെന്ന് ചോദിക്കും അല്ലെ? അപ്പൊ ചേട്ടൻ പറയുന്ന ഉത്തരം ഇതുമായിരിക്കും, അയ്യോ അമ്മ, ഞാനവനെ തള്ളിയൊന്നും ഇട്ടില്ല, അവിടെ താഴത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു, അത് തെന്നിയിട്ടാണ് അവൻ വീണത്. അല്ലെങ്കിൽ അവിടെ ഒരു പഴത്തൊലി ഉണ്ടായിരുന്നു, അത് തെന്നിയിട്ടാണ് അവൻ വീണത്, അല്ലാണ്ട് എന്റെ കൈയൊന്നും തട്ടിയല്ല. കൈ തട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവനെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് അവൻ വീണത്, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ പറ്റിയത്. അതൊരു ഡിഫൻസ് മെക്കാനിസം അല്ലേ ആ കുട്ടി യൂസ് ചെയ്യുന്ന? ഓക്കെ, അപ്പോ ഇത്തരത്തില് കുട്ടികളുടെ ഇടയിലും എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു കുട്ടി, പെൺകുട്ടിയാണ്. ആ കുട്ടി അച്ഛനോട് പറഞ്ഞു, ഒറ്റ മോളാണ്, അച്ഛനോട് പറയുവാണ്, എനിക്കൊരു സ്വർണ്ണ കൊലുസ് വേണം എന്ന് പറയാണ്. അപ്പോ ഒറ്റ മോളാണ്, വേറെ കുട്ടികൾ ആരുമില്ല. ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാര് സാധിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജോലിക്ക് പോയി വരുമ്പോൾ നിനക്ക് സ്വർണ്ണ കൊലുസ് മേടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ഒരു സാധനം നമുക്ക് കിട്ടും എന്ന ഉറപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങും അല്ലെ? അങ്ങനെയല്ലേ? സ്വർണ്ണക്കൊലുസാകുമ്പോ പ്രത്യേകിച്ചും അത് കാലിലിട്ട് നടക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഭംഗി, ഇതൊക്കെ എന്ത് ചെയ്യും? അച്ഛൻ വരുന്നത് വരെ ഈ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു ചിന്തയായിരിക്കും ഉണ്ടാവുക. സ്വർണ്ണക്കൊലുസിട്ട് സ്കൂളിൽ പോകുന്നത്, കൂട്ടുകാരോട് പറയുന്നത്, ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും. എന്താണ് നമ്മുടെ ആഗ്രഹം? അത് നമ്മൾക്ക് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് തുടങ്ങും അല്ലെ? അച്ഛൻ വൈകിട്ട് വന്നു, പക്ഷെ സ്വർണ്ണ കൊലുസ് കയ്യിലില്ല. അപ്പോ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് വിഷമം വന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞപ്പോൾ അത് കിട്ടിയില്ല, ഞാൻ മേടിക്കാൻ പോയിട്ടുള്ള ഷോപ്പ് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സാകെ വേദനിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത്. കാരണം ഇന്നത് കിട്ടുമെന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നല്ലോ. അപ്പൊ അച്ഛൻ ആ സമയം തന്നെ കുട്ടിയോട് പറയുവാണ്, മോള് വിഷമിക്കണ്ട, നമുക്ക് നാളെ എന്തായാലും ഇത് മേടിക്കാം, നാളെ ആ കട തുറക്കും, ഇത് തുറന്നില്ലെങ്കിൽ തന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് അച്ഛൻ മേടിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ മനസ്സ് എന്ത് ചെയ്തു? ആ സമയത്ത് ആശ്വസിച്ചു. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും മോഹഭംഗങ്ങൾ, അതായത് ലക്ഷ്യത്തിന് തടസ്സം വരുമ്പോൾ, നമുക്കൊരു സാധനം കിട്ടിയില്ലെന്ന് വിചാരിക്കാം,
അപ്പോ നമ്മളെ ഒരാൾ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു വിഷമം അവിടെ, ആ ഒരു വിഷമത്തിന് അവിടെ എന്താണ് കുറച്ചെങ്കിലും അതിന്റെ തീവ്രത കുറയുന്നു. അപ്പൊ നാളെ കിട്ടും, അതായത് നാളെ ആഗ്രഹിച്ച സാധനം കിട്ടും എന്നുണ്ടെങ്കിൽ അവിടെ മനസ്സെന്ത് ചെയ്യാണ്, ആശ്വസിക്കുകയാണ്. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇനിയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുള്ളൂ. അപ്പോ അന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ചിലപ്പോ പറയാം. ഓക്കെ. അപ്പൊ അതിന്റെ പേരോട്ടെ മിസ്സി സൈൻ ഔട്ട്. സൈൻ ഔട്ട് ചെയ്തോളൂ. I am Vidya. I am telling sign out. Thank you, ma'am. Today's class was fantastic and engaging. Thank you, madam, given the opportunity to talk about the class. Thank you, everyone, to make this event engaging and ever reminding event. Today's participants are my dear friends, college auntie, and especially my teacher. I am thanking you all. Thank you so much. Thank you. Thank you, Miss. Thank you. Next class. Thank you.